നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. 1945 ഓഗസ്റ്റ് 6. വർഷങ്ങളായി യുദ്ധത്തിന്റെ നിഴലിലായിരുന്നെങ്കിലും ജപ്പാനിലെ ഹിരോഷിമ നഗരം ശാന്തമായ പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു. കുട്ടികൾ തെരുവിൽ കളിക്കുന്നു, തൊഴിലാളികൾ ഫാക്ടറികളിലേക്കുള്ള യാത്രയിൽ, കുടുംബങ്ങൾ പ്രഭാത ഭക്ഷണത്തിനായി ഒത്തുകൂടിയിരിക്കുന്നു. ആ ദിവസം ചരിത്രത്തിലും സ്വന്തം ജീവിതത്തിലും സങ്കല്പിക്കാനാവാത്ത വഴിത്തിരിവുകൾ ഉണ്ടാക്കുമെന്ന് അവരാരും മനസ്സിൽ പോലും കരുതിയില്ല. 81 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ ദിവസമാണ് ലോകത്താദ്യമായി യുദ്ധത്തിൽ അണുബോംബ് പ്രയോഗിച്ചത്. ഇന്ന് ഹിരോഷിമ ദിനം. ഹിരോഷിമയിലെയും നാഗാസാക്കിയിലെയും അണുബോംബുകൾ രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാനെ കീഴടക്കിയ ദിവസം. എന്നാൽ മനുഷ്യരാശിയുടെ തീരാക്കളങ്കമായി ഇന്നും നിലകൊള്ളുകയാണ് ആ വിസ്ഫോടനങ്ങൾ. കേണൽ പോൾ ടിബറ്റ്സ് എന്ന വൈമാനികൻ എനോള ഗേ എന്ന B-29 ബോംബർ വിമാനം ഹിരോഷിമയുടെ ആകാശത്തേക്ക് പറന്നുയരുന്നു. കൃത്യം 8:15 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വിമാനത്തിൽ നിന്നും താഴേക്ക്. 44 സെക്കൻഡുകൾ സഞ്ചരിച്ച ബോംബ് നഗരത്തിന് 600 മീറ്റർ ഉയരത്തിൽ പൊട്ടിത്തെറിക്കുന്നു. അതൊരു തീവ്ര സ്ഫോടനം. 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ പ്രകാശത്തിന്റെ മിന്നൽ പിണർ. അതിശക്തമായ പ്രകമ്പനം 2.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാം നിമിഷാർത്ഥത്തിൽ തന്നെ തകർത്തെറിഞ്ഞു. കരിഞ്ഞമർന്ന കെട്ടിടങ്ങൾ, അതിതീവ്രതയുള്ള തീഗോളം അതിന്റെ പാതയിലുണ്ടായിരുന്നവരെയെല്ലാം ദഹിപ്പിച്ചു. തൽക്ഷണം 70,000 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 10,000-കണക്കിന് പേർക്ക് പരിക്കേറ്റു. ഹിരോഷിമ നഗരം നരകതുല്യമായി മാറി. മണിക്കൂറുകളോളം തീ ആളിപ്പടർന്നു. പുക ആകാശത്തേക്ക് മൂടി. മുറിവേറ്റവരുടെ നിലവിളികളാൽ അന്തരീക്ഷം നിറഞ്ഞു. ഗുരുതരമായ പൊള്ളൽ, റേഡിയേഷൻ രോഗം, മറ്റ് പരിക്കുകൾ. ഇതോടുകൂടി ബുദ്ധിമുട്ടുള്ള രോഗികളാൽ ആശുപത്രികളും നിറഞ്ഞു തുളുമ്പി. ഹിബാക്കുഷ എന്നറിയപ്പെടുന്ന ദുരന്തത്തെ അതിജീവിച്ചവർ വെന്ത ശരീരവും തകർന്ന മനസ്സും നാശത്തിന്റെ ഭയാനകതയുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടു. ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ജാപ്പനീസ് ഫോട്ടോ ജേർണലിസ്റ്റ് യോഷിതോ മാറ്റ്സുസ്ഗോ എടുത്ത 5 ചിത്രങ്ങളിലൂടെയാണ് ലോകം ഈ ഇരകൾ നേരിട്ട ഭീകരതകൾ തിരിച്ചറിഞ്ഞത്. അതിജീവിച്ചവരുടെ വിവരണങ്ങൾ പിൽക്കാലത്ത് പുറത്തു വന്നു. ഹിരോഷിമയിലെ ബോംബാക്രമണത്തിനും തുടർന്ന് ഓഗസ്റ്റ് 9 നാഗാസാക്കിയിലെ ബോംബാക്രമണത്തെയും തുടർന്ന് ഓഗസ്റ്റ് 10 രണ്ടാം ലോക മഹായുദ്ധം അന്ത്യം കുറിച്ചു. കീഴടങ്ങാനുള്ള ജപ്പാന്റെ തീരുമാനം അതോടെ പുറത്തു വന്നു. വൈകല്യങ്ങളുമായും രോഗലക്ഷണങ്ങളുമായി ജനിച്ച കുഞ്ഞുങ്ങൾ ഹിരോഷിമയുടെയും നാഗാസാക്കിയുടെയും ബാക്കി പത്രങ്ങളായി ഇന്നും തുടരുന്നു.